ഹായ് ഹലോ, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു റെസിപ്പി എന്നൊന്നും പറയാനായിട്ടില്ലെങ്കിലും കുറെ കാലമായിട്ട് എനിക്കിവിടെ കിട്ടാതെയും ഞാൻ കഴിക്കാതെയും പോയ ഒരു കാര്യം എനിക്ക് പ്രതീക്ഷിക്കാതെ കിട്ടിയപ്പോൾ ഞാൻ എന്റെ സന്തോഷത്തിൽ എടുത്തു പോയിട്ടുള്ള ഒരു വീഡിയോ ആണ്. കണ്ടപ്പോൾ പലർക്കും മനസ്സിലായിട്ടുണ്ടാവും ഞങ്ങൾ ഇതിനെ കൂർക്കിൽ എന്നാണ് പറയുന്നത്. പലരും പല പേരിലായിട്ടായിരിക്കും പറയുന്നുണ്ടാവുക. ഉപ്പേരികളിൽ എന്റെ ഒരു ഫേവറേറ്റ് ഐറ്റം ആണ് ഈ ഒരു കൂർക്കലിന്റെ ഉപ്പേരി. കൂർക്കൽ കൊണ്ട് എന്റെ വീട്ടിലൊക്കെ പുഴുക്ക് അതുപോലെ തന്നെ കറിയൊക്കെ ഉണ്ടാക്കുമെങ്കിലും എനിക്ക് ഉപ്പേരിയായിട്ട് കഴിക്കാനാണ് ഇഷ്ടം. അതും ഈ ഒരു രീതിയിൽ കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം. അല്ലാതെ തയ്യാറാക്കിയാൽ കഴിക്കില്ല എന്നല്ല, പക്ഷെ ഈ ഒരു രീതിയിൽ തയ്യാറാക്കും കറക്റ്റ് നമുക്ക് ആ ഒരു കൂർക്കലിന്റെ നാച്ചുറൽ ആയിട്ടുള്ള ടേസ്റ്റ് അറിയാൻ വേണ്ടി പറ്റും. ഞാനിവിടെ തൊലി കളഞ്ഞെടുക്കാനുള്ള എളുപ്പത്തിനായിട്ട് അത്യാവശ്യം വലിയ കൂർക്കലാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അതൊന്ന് തൊലി കളഞ്ഞ് കട്ട് ചെയ്ത ശേഷം ഒരു പാനിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് അതിലേക്ക് കട്ട് ചെയ്ത കൂർക്കലും അതുപോലെ തന്നെ ഉപ്പും ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. കുക്കറിൽ തൊലി കളഞ്ഞും കളയാതെയൊക്കെ കുക്ക് ചെയ്ത് ഞാൻ കഴിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും ഇങ്ങനെ കുക്ക് ചെയ്ത് കഴിക്കുന്നതിന്റെ ആ ഒരു ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടില്ല. ഇത് കുക്കായി വരുന്ന ആ ടൈമിൽ ഒരു സ്മെല്ല് വരാനുണ്ട്. അത് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് വായിൽ വെള്ളം വരുന്നു. ഇത് കുക്കായി കഴിയുമ്പോൾ ഇതിലെ വെള്ളം അരിച്ച് മാറ്റിയിട്ട് ഇതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒന്നിന്റെ മേലെയായിട്ട് ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൂർക്കൽ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ.